ഹായ്, ഹലോ, ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഒരു നല്ലൊരു വെജിറ്റബിൾ കറിയാണ്. വെണ്ടപ്പുളി എന്ന് പറയും. അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ പ്രത്യേകിച്ചും പറ്റിയതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ വേനൽക്കാലത്തൊക്കെ കറി ഉണ്ടാക്കി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കേടാകും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ കേട് വരില്ല ഈ കറി. പിന്നെ അത് മാത്രമല്ല, നോമ്പ് കാലത്തും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ചോറിന് കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ കറിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ വെണ്ടപ്പുളി എന്ന കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മളൊരു 250 ഗ്രാം വെണ്ടക്കായാണ് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് പതുക്കെ വെണ്ടക്കായ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും വെണ്ടക്കായക്ക് ആവശ്യമുള്ള ഉപ്പും ചേർക്കാം. എന്നിട്ട് നമ്മൾ വെണ്ടക്കായ ഒരു ഹാഫ് കുക്ക് ആവണ വരെ നമ്മൾ നിങ്ങൾ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പൊ 2-3 മിനിറ്റ് നമ്മളിങ്ങനെ വഴറ്റിയിട്ടുണ്ട്. ഇവര് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. വീണ്ടും നമ്മൾ ഈ പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ ഇടേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കടുക്, ഒരു 2-3 നുള്ള് ഉലുവയും, അതേപോലെ തന്നെ 2-3 നുള്ള് ജീരകല്ലി, നല്ല ജീരകം, അതും ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 5-6 ഞാൻ പറഞ്ഞത്. അത് ഞാൻ നന്നായി അരിഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ട്. അത് ആഡ് ചെയ്യാം. അപ്പൊ കുഞ്ഞു വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 5-10 എടുക്കാം കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ 2 പച്ചമുളകും അതും ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി എനിക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഞാനൊരു 10-25 ചെറിയ ഉള്ളി, ഇത് മുഴുവനോടെ തന്നെ നുറുക്കിയിട്ടൊന്നുമില്ല, മുഴുവനോടെ തന്നെ ഇത് നമ്മള് ഇടാണ് കേട്ടോ. നമ്മൾ പീൽ ചെയ്ത് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതായത് ഒരു ട്രാൻസ്ലൂസന്റ് ആയ പോലെ ആ ഒരു രീതിക്ക് നമ്മള് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ നല്ല രീതിക്ക് കണ്ടോ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യണം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്ലെയിം നന്നായി താത്തി വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 2 ചെറിയ ടൊമാറ്റോ ആണ്, അത് ഞാൻ മിക്സിയുടെ കപ്പിലിട്ട് അടിച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളി അത് പിഴിഞ്ഞ് വെള്ളാക്കി വെച്ചിട്ടുണ്ട്, ജ്യൂസാക്കി വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം. ഈ ഗ്രേവിയിലേക്ക് ആവശ്യമുള്ള സോൾട്ടും കൂടി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പൊ ഇതേ പുളിവെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ടോസ്റ്റ് ചെയ്ത് വെച്ച വെണ്ടക്കായില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില, അതും ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇരുന്ന് ഒരു 5-6 മിനിറ്റ് ഒന്ന് കുക്കായി വരണം കേട്ടോ. അതായത് ഈ ഗ്രേവി ഒക്കെ ഇത്തിരി കൂടി തിക്കായിട്ട് വരും. നല്ലൊരു സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയില്ലേ? ഒരു വേവും കറക്റ്റായി കണ്ടോ. തന്നെ അതിന്റെ ഒരു ഇത് കണ്ട, ഗ്രേവി തന്നെ കാണുമ്പോ കൊതിയാവണില്ല. കൺസിസ്റ്റൻസി വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസി ആയി. ഇനി നമുക്കേ ഇതിന്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ശർക്കര, അതായത് ഒരു 1/2 ഇച്ചിരി കേട്ടോ, അതിനേറ്റവും കുറച്ച് മതി. ഇത് നല്ല ടേസ്റ്റാ. ഇത് മിക്സ് ആയിട്ട് വരുമ്പോ അറിയാലോ, ഇതിന്റെ ഊഹിക്കാലോ. എല്ലാം സെറ്റായി കഴിഞ്ഞാൽ എത്ര നേരം ഇരിക്കണമെന്നുണ്ടോ കയ്യോടെ? അത് എപ്പോഴും ഒന്ന് ഒരു മണിക്കൂർ നിന്നാൽ നല്ല ടേസ്റ്റ് ആവും. ഇങ്ങനത്തെ കറികൾ എപ്പോഴും അങ്ങനെയാണ്.
ഇത്രയേ ഉള്ളൂ നമ്മുടെ. ചാറിന്റെ ഇതെല്ലാം ഇറങ്ങി. അതെ അതെ, പിന്നെ അറിയാലോ ഈ ഉള്ളി നമ്മുടെ ചുവന്നുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ചാറിലും എല്ലാം ഗ്രേവി കുറച്ചേർന്ന് നിൽക്കണമെങ്കിൽ അതന്നെ അതെ അല്ലെങ്കിൽ റെഡി ടു യൂസ്. അതെ അതെ, ചോറിന് സൂപ്പറാണേ. ചോറിന് സൂപ്പർ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ഇതിന് പ്രത്യേകത അറിയോ ചേട്ടന്? കുറച്ച് മതിയായിരിക്കും ചോറിന്, അത്രയും ചൊടിയല്ലേ. അതെ അതെ. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ ഗായ്സ്.